നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. RLB രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നുമായിരുന്നു ആ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സത്യഭാമയുടെ പരാമർശം. തന്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വിശദീകരിച്ച് RLB രാമകൃഷ്ണൻ പിന്നീട് രംഗത്ത് വന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ആ പരാമർശത്തിൽ വളരെ വലിയ ശക്തമായ പ്രതിഷേധമൊക്കെ ഉയരുമ്പോഴും ആ അധിക്ഷേപം ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ് സത്യഭാമ. പറഞ്ഞതിൽ യാതൊരു കുറ്റബോധവും അവർക്കില്ലായിരുന്നു. സത്യഭാമ ഈ തരത്തിൽ അന്ന് ആ യൂട്യൂബിനോട് പ്രതികരിച്ച അതേ രീതിയിൽ അതിനേക്കാൾ മോശമായി ഇന്ന് പ്രേക്ഷകരോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ആ വിഷയമാണ്. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. ആദ്യത്തെ കോൾ ആലത്തൂരിൽ നിന്നാണ്. മോഹൻദാസ്, താങ്കളുടെ പ്രതികരണം പറഞ്ഞോളൂ. എനിക്ക് ഈ മോഹിനിയാട്ടം ഭരതനാട്യം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടില്ല. ഞാൻ പക്കവാദ്യം വായിച്ചിരുന്നു നേരത്തെ. അപ്പൊ അങ്ങനെ ബന്ധമുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധമായി പറഞ്ഞത്. ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്നത് എത്ര ഒരു നല്ല സ്വാധീനമായ ഒരു കുട്ടിയാണെന്ന് അറിയുന്നത്. ഒന്നാമത് അതിന് ഇതില് MAക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട് ആ കുട്ടിക്ക്. അതിന് പുറത്ത് MPhil ചെയ്തു, പിന്നെ ഡോക്ടറേറ്റ് എടുത്തു, ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ ഈ നിറം നോക്കിയിട്ട് ആണ് അവര് കൊടുത്തത്. ഇത്ര ഇതൊന്നും ഈ യോഗ്യത ഇല്ലാത്തവരാണ് ഈ പറയണതൊക്കെ. ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. പിന്നെ കാക്കയെ പറ്റി ഇപ്പൊ പറഞ്ഞു. കാക്ക മുമ്പ് നമ്മുടെ ചെറുപ്പകാലത്ത് പറയാൻ വെച്ചിട്ടുണ്ട്, പരിസരം ശുചീകരിക്കുന്നതാണ്, കാലത്ത് നമ്മൾ വിളിച്ചുണർത്തുന്നു. പിന്നെ ഇവരുടെയൊക്കെ കാരണവന്മാർക്ക് ബലി ചെയ്യുന്ന സമയത്ത് ഹിന്ദുക്കളുടെ കാര്യം ഞാൻ പറയുന്നത്, ചെയ്യുന്ന സമയത്ത് ഇത് കൈകുട്ടി കാക്കയില്ലാണ്ട് അരയന്ന വരിക, എന്തൊരു കഷ്ടം. പിന്നെ ആന ഇതൊക്കെ കറുത്തല്ലേ. ഇതൊക്കെ നമ്മള് മറ്റേ അമ്പലങ്ങളിലും ഇതിലൊക്കെ അവര് ഇതിന്റെ പ്രതിഷ്ഠ വരെ മുകളിൽ വെച്ചിട്ടാണ് എഴുന്നള്ളിക്കുന്നത്. അപ്പൊ അതൊക്കെ മോശം, ഇത് ശുദ്ധ അഹങ്കാരമാണ് അതൊക്കെ. ശരി, തൃപ്പൂണിത്തുറയിൽ നിന്ന് തിലകൻ ചേരുന്നു. ശ്രീ തിലകൻ, താങ്കളുടെ ഈ വിഷയത്തിലെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും മാഡം, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ്. ഞാൻ ഈ തൃപ്പൂണിത്തുറ സ്കൂളിലാണ് പഠിച്ചത്, കോളേജിലല്ല, സ്കൂളിൽ. അപ്പോൾ തൃപ്പൂണിത്തുറ കോളേജിൽ തന്നെ പഠിച്ച ആളാണ് നമ്മുടെ മറ്റേ RLB രാധാകൃഷ്ണൻ സാറ്. മാഡം, ഇത് ഭയങ്കര അധികം ജാതിപരമായ ഞാൻ മാഡത്തിന് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. നമ്മുടെ ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടപ്പോഴും ദോഷമുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്നും ഉണ്ടെന്നുള്ള തെളിവല്ലേ മാഡം? ബ്രാഹ്മണർ അല്ലാത്ത ഒരു ശാന്തിനെ പോലും ശബരിമലയിൽ കയറ്റരുത് എന്ന് പറഞ്ഞ ഒരു കറുത്ത വിഗ്രഹമാണ് ശബരിമലക്കകത്തുള്ളത്. ആ കറുത്ത വിഗ്രഹത്തെ ആരാധിക്കാനോ പൂജിക്കാനോ ബ്രാഹ്മണനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് ഈ വൃത്തികെട്ട സ്ത്രീ ഇങ്ങനെയാണ്. ഈ വൃത്തികെട്ട സ്ത്രീക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. ഇവര് ഈ മോഹിനിയാട്ടത്തിന് പോലും മറ്റൊന്ന് ഇവര് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ മേഡം? ഇവര് നിങ്ങളൊക്കെ ചെന്നപ്പോ അവരൊരു കാര്യം പറഞ്ഞു. ഞാനിവിടെ ഉണ്ടായി കണ്ണായ സ്ഥലത്താണ് 3 നില കെട്ടിടമാണ്. ഈ കണ്ണായ സ്ഥലത്ത് 3 നില കെട്ടിടം എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടെത്തണം മേഡം. ഇവര് ഈ മോഹിനിയാട്ടത്തിലൂടെ ഉണ്ടാക്കിയതല്ല. ഇവര് എനിക്ക് തോന്നുന്ന ഇവര് മഹാവൃത്തികേടിലൂടെ ഇതുപോലുള്ള തണ്ടിയാടം കാണിച്ച് കള്ളത്തരം കാണിച്ചുണ്ടാക്കിയതാണ്. അതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് മേഡം എനിക്ക് പറയാനുള്ളത്. ശരി, അജയ്കുമാർ ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ്കുമാർ, ഇവിടെ കേരളം വീണ്ടും പുറകോട്ട് നടക്കുന്നതായിട്ട്, ജാതി, നിറം എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് പോകുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇത് പുറകോട്ടാണോ മുൻപോട്ടാണോ എന്നുള്ളതല്ല വിഷയം. ഇത് നേരെ മറിച്ച് നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കൂ. RLB രാമകൃഷ്ണൻ ഇത് സത്യഭാമയെ കുറിച്ചാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് കേരളം കത്തിയേനെ. ഇവിടുത്തെ ബുദ്ധിജീവികളെല്ലാം കൂടെ, പ്രത്യേകിച്ച് വനിതാ ബുദ്ധിജീവികൾ മുമ്പ് നിന്നുകൊണ്ട് കേരളം കത്തിച്ചേനെ. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, ഒരു പുരുഷൻ എന്തെങ്കിലും ഇതുപോലത്തെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ആരുമില്ല. അതൊന്ന്. രണ്ടാമത്, ഇത്രയും ഒരു സംഭവം ഉണ്ടാവുകയും ആ സ്ത്രീ അവർ പറഞ്ഞതിനെ ആവർത്തിക്കുകയും അവരതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് പിന്നെയും പല മാധ്യമങ്ങളിലും കണ്ടു. അങ്ങനെയെങ്കിൽ ഇവരുടെ പേരിൽ എന്തുകൊണ്ട് ഇതുവരെ പോലീസ് നടപടിയെടുത്തില്ല? ഒരു മനുഷ്യനെ കളറിന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അദ്ദേഹത്തിന്റെ ജാതി ആയിരിക്കാൻ കളർ എന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുക, അയാൾ ജാതിയെ പരാമർശിച്ചിട്ടില്ല. കളറിന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തത് ഉറപ്പായിട്ടും കേസെടുക്കേണ്ടതാണ്. കോടതിക്ക് വരെ സോമോട്ടോ കേസെടുക്കാം. ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടുത്തെ ബുദ്ധിജീവികൾ ആരും ഇതിനെതിരെ ഒന്നും പറഞ്ഞും കണ്ടില്ല. അല്ല, അതൊക്കെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരൊക്കെ ഇവിടെ പ്രതികരിക്കുന്നൊക്കെയുണ്ട്. ആ പ്രതികരണത്തിന്റെ പുറത്താണ് ഇന്ന് പോയി മാധ്യമങ്ങൾ അവരോട് സംസാരിക്കുകയും അവരുടെ നിലപാട് എന്ന് പറയുന്ന അതിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നന്ദി. വിളിച്ചതിന് സുജിലാൽ ചേരുന്നു
കണ്ണൂരിൽ നിന്ന് സുജിലാൽ, കറുത്ത നിറം പെയിന്റ് അടിച്ച് വൃത്തിയാക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. അതായത് നിറമാണ് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന നമുക്കിടയിൽ തന്നെ അങ്ങനത്തെ ആളുകളുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴും ആ സമയത്ത് നടന്നവരായി അറിയപ്പെടേണ്ടവരല്ല, കുറച്ചുകൂടി മുമ്പോട്ട് എത്തേണ്ടവരാണ്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല? അദ്ദേഹത്തിന്റെ കോൾ കട്ടായി. മുഹമ്മദ് ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് പ്രതികരണം? ഗുഡ് ഈവനിങ് മാഡം. പിന്നെ ആ രാമകൃഷ്ണൻ പറഞ്ഞത് ഞാൻ കേട്ടു. ആ കേട്ട സ്ഥിതിക്ക് അദ്ദേഹം ചെയ്തതും അയാളെ കഷ്ടപ്പെട്ടതും അയാൾക്ക് വേണ്ട ബുദ്ധിമുട്ടുണ്ടായതും വേറുള്ളതൊക്കെ കേട്ട് അത് കേട്ടിയിൽ തന്നെ സങ്കടം വരിക. അത്രയും നല്ല ഒരു ബഹുമാന്യനെ ഇദ്ദേഹം ഈ വനിത ഒരു കാര്യം പറഞ്ഞത് വളരെ മോശമായി എന്ന് പറഞ്ഞാൽ വളരെ മോശമായി. ശരി, അപ്പൊ അതുകൊണ്ട് അത്ര എനിക്ക് പറയാനുള്ളത്. ശരി, മഹി ചേരുന്നു കിള്ളിപ്പാലത്ത് നിന്ന്. മഹി, എങ്ങനെയാണ് നിറം ഒരു പ്രധാന വിഷയമാവുന്നത്? കഴിവല്ലേ പ്രധാനം? ഹലോ, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്. നമുക്ക് കറുപ്പ് വെളുപ്പൊന്നുമില്ല. നമുക്ക് ഒരേ ജാതി ഒരു മതം. നമുക്ക് ജാതിയൊന്നുമില്ല. നമുക്ക് ജാതിയൊന്നുമില്ല. ശരി, ഞാൻ കമ്മ്യൂണിസ്റ്റ്. ശരി, സനൽ ചേരുന്നു ഹരിപ്പാട് നിന്ന്. ശ്രീ സനൽ, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. മാഡം, ഇത് ഈ ജാതീയമായ ആക്ഷേപങ്ങള്, കറുപ്പും വെളുപ്പും എന്നുള്ള ആക്ഷേപങ്ങള് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ നമ്മുടെ ആൾക്കാർക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് പോലും വളരെ നികൃഷ്ടമായ രീതിയിലാണ് ചില സംസാരങ്ങൾ കേൾക്കുന്നത്. സത്യത്തിൽ ഇതില് നമ്മുടെ നിയമം കർശന നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ശരി, അതായത് ഇപ്പൊ ഈ ന്യൂസ് 18 ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു വാർത്താ സംപ്രേഷണം ചെയ്തതിനും പ്രകാരം എത്രമാത്രം ആക്ഷേപകരമായ ഒരു സ്ത്രീയെ ആക്ഷേപകരമായ രീതിയിൽ എത്രയോ സൈബർ ആക്രമണങ്ങൾ നടന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതും അതിനകത്ത് പെടും. ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ ആയാലും സ്ത്രീയെ ആയാലും മാക്സിമം അവരെ ഹരാസ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ തുടക്കഥയായിട്ട് മാറിയിരിക്കുക. ഇതാണ് കലാഭവൻ മണി. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ നായികയെ അഭിനയിക്കാൻ ഒരു സ്ത്രീ, വെളുത്ത ശരീരം ഉള്ള സ്ത്രീകൾ ആരും വന്നില്ല. അത് കഴിഞ്ഞ് വിനായകന് ഒരുപാട് നേരിട്ടു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം ജാസി ഗിഫ്റ്റ്, അദ്ദേഹം ഇത് തന്നെയാണ് നേരിട്ടത്. പക്ഷെ ഈ പൊതുസമൂഹം ഇപ്പോഴും ഉയരുന്നില്ല എന്നുള്ള. ഇപ്പോഴും ചിലര് ഞങ്ങൾക്ക് ബ്രാഹ്മണനാകണം, ഞങ്ങൾക്ക് വെളുത്ത ശരീരം വേണം, ഞങ്ങൾ ബ്രാഹ്മണ വർഗത്തിൽ ജനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബ്രാഹ്മണ വർഗത്തിൽ ജനിക്കണമെന്നും പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരൊക്കെ മാറണം. ഈ ജനങ്ങളെ സ്നേഹിക്കാനും. കറക്റ്റാണ് താങ്കൾ പറഞ്ഞത്. നന്ദി. വിളിച്ചതിന് മാഗി ചേരുന്നു ആളൂരിൽ നിന്ന്. ശ്രീമതി മാഗി, ഇവിടെ നമുക്കറിയാം ഇത് കാലങ്ങളായിട്ട്, ഇപ്പൊ നേരത്തെ ശ്രീ സനൽ പറഞ്ഞതുപോലെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കളറിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആളുകളെ മാറ്റി നിർത്തുന്നതും അവരെ അധിക്ഷേപിക്കുന്നതും ഒക്കെ. പക്ഷേ നമ്മൾ മാറേണ്ടതുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും ഇവർ പറഞ്ഞിരിക്കുന്നത് കറുത്ത കുട്ടികളെ പഠിപ്പിക്കും, പക്ഷെ മത്സരത്തിന് അയക്കില്ല എന്നാണ്. അപ്പം നമ്മുടെ മത്സരങ്ങളിൽ കാണുന്ന കുട്ടികൾ ഇല്ലെങ്കിൽ കളർ കുറഞ്ഞ ആളുകൾക്കൊന്നും മത്സരത്തിൽ പങ്കെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണോ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്? ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിക്കാമോ? ടിവിയിൽ ശ്രദ്ധിക്കുകയാണ്. ബാബു ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ ബാബു, താങ്കൾ പറഞ്ഞോളൂ അഭിപ്രായം. എനിക്ക് പറയാനുള്ളത്, ഇത്രയും ധാർഷ്ട്യമുള്ള ഒരു സ്ത്രീയെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കറുപ്പ്, ഈ ശ്രീകൃഷ്ണന് കറുപ്പാണ്, ശ്രീരാമന് കറുപ്പാണ്. ഈ ഒരു അവസ്ഥയില് ഇവരെ ആരാധിക്കുന്ന ദൈവങ്ങൾ അതാണ്. ആ സമയത്ത് ഈ വെളുപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഡാൻസിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് എന്ത് മര്യാദ പരിപാടിയായി പറയുന്നത്. ശരി, ശ്രീലേഖ ചേരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീമതി ശ്രീലേഖ, ഇത് നമ്മുടെ നാടിന് തന്നെ ഇത്തരത്തിൽ കളറിന്റെ അടിസ്ഥാനത്തിലൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്, അത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ നാണക്കേടല്ലേ? അതെ, തീർച്ചയായും. പറയേണ്ട ആവശ്യമുണ്ടോ? അതെ, ഇത് മാനസിക ആരോഗ്യമില്ലായ്മയാണ് എടുത്തു കാണിക്കുന്നത്. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല.
ഇവർക്കൊക്കെ ചെറുപ്പത്തിലെ ഉള്ളതാണ്. വളർന്നു വന്ന് അത് മൂത്ത് നരച്ച് ഈ രൂപത്തിലായതാണ്. അല്ലാണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഞാൻ അഭ്യസിച്ചു, ഒരു പൊസിഷൻ കിട്ടി, ആ പദവി കിട്ടി, അതുകൊണ്ട് വരണതല്ല. ഇവരെ മെന്റാലിറ്റി തന്നെ ഇങ്ങനെയാണ്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഈ ആക്ഷേപിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഭയക്കാണ്ട് അതിനുള്ള തക്ക മറുപടി കേട്ടാണ് കൊടുത്താൽ മതി. മോഹിനിയാട്ടം മോഹിനികൾക്കല്ല, മോഹിനികൾക്കാണ്, മോഹനന്മാർക്കല്ല. അതിന് നമ്മൾ ആരും ഭയക്കേണ്ട ആവശ്യമില്ല. മുഖത്ത് നോക്കി നമ്മളും തിരിച്ചു കൊടുക്കാൻ പഠിക്കണം. അപ്പോഴാണ് അവരെ മാനസികനില അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രതികരിച്ചില്ല, ഭയന്നു, ഇത് ഇങ്ങനെ കുട്ടികൾ വളർന്നു വരുന്നത് അവര് വിചാരിക്കും ഞങ്ങൾക്കും ഇനി പറയാലോ. ഇതിപ്പോ ജാതി മതം നോക്കിയിട്ടല്ല, ഇത് സമൂഹത്തിലെ മാനസികമായിട്ടുള്ള ആരോഗ്യക്കുറവാണ്. അതറിയോ, ഞാനൊരു കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റും കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് കാര്യക്ഷമമായിട്ട്. ഇത് ഈ പറയുന്ന ആളുടെ സമ്പത്താണോ വെളുത്ത നിറമാണോ അതൊന്നും നോക്കിയിട്ടല്ല. അവരിപ്പോ ഇപ്പൊ ഈ വിദ്യാർത്ഥിനോട് പറഞ്ഞു, നാളെ സ്ത്രീകളോടും പറയും, ചെറിയ കുട്ടികളോടും പറയും, വയസ്സായ ആൾക്കാരെ വരെ വിടില്ല. അപ്പൊ ഇപ്പൊ അവർക്ക് കുറ്റബോധം ധാരാളം വന്നിട്ടുണ്ടാവും മനസ്സിൽ. അയ്യോ, ഞാൻ ഏത് സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോയി, പിന്നെ പിടിച്ചു നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞാൻ ഇപ്പൊ മാപ്പ് പറയണില്ല, ഞാൻ പ്രതികരിച്ചോട്ടെ, അതൊക്കെ അത് തടിത്തപ്പലാണ്. പക്ഷെ അവരിപ്പോ തേങ്ങുന്നുണ്ടാവും മനസ്സിൽ. ശരി, സോമരാജൻ ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീ സോമരാജൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് സത്യഭാമ എന്ന സ്ത്രീയുടെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്. കലാമണ്ഡലം തന്നെ അവരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. അപ്പം വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഈ RLV രാമകൃഷ്ണനെ കുറിച്ച് അവർ പറഞ്ഞത്. ഞാൻ അദ്ദേഹം അഭിനയിച്ച പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയില് അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചതാണ്. വളരെ നല്ല അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അപ്പം അദ്ദേഹത്തിന് ഈ മോഹിനിയാട്ടം നടത്തുന്നതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ തോന്നിയത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിനകത്ത് നിയമപരമായിട്ടുള്ള നടപടി എടുക്കുകയാണ് വേണ്ടത്. പിന്നെ കറുത്ത ആൾക്കാരായതിന്റെ പേരിൽ സമൂഹം ഇവിടെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കലാഭവൻ മണി തന്നെയാണ്. കലാഭവൻ മണി ഇതുപോലൊരു സൂപ്പർ താരമായത് യോജിക്കാൻ പറ്റില്ല. കറുത്തതുകൊണ്ട് മാത്രം മാറ്റി നിർത്തിയ കലാകാരന്മാരുണ്ട് കേരളത്തിൽ. കറുത്തുകൊണ്ട് മാത്രം മാറ്റി നിർത്തിയ കലാകാരന്മാരുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ അതുല്യ നടൻ സത്യൻ കറുത്തതാണ്. അദ്ദേഹത്തെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. കലാഭവൻ മണിയെ ജനങ്ങള് സൂപ്പർ താരമായിട്ട് അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം ആൾക്കാർ കണ്ടു വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സമൂഹം ഇതിനോട് യോജിക്കുന്നില്ല. ഇപ്പോൾ കറുത്തതോ വെളുത്തതോ എന്ന് ആൾക്കാർ നോക്കുന്നില്ല. ഇത് ഇവരുടെ വ്യക്തിപരമായ മാത്രം ഉദാഹരണമാണ് സത്യഭാമ. നന്ദി വിളിച്ചതിന്. ശിവദാസൻ ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ ശിവദാസൻ, ഇവിടെ തൊഴിൽ ഇല്ലെങ്കിൽ ജാതീയമായി നിറവും തൊഴിലും ഒക്കെ കണക്കാക്കിയ ആളുകളെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം മാഡം. നമസ്കാരം. പറഞ്ഞോളൂ. നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ ഇങ്ങനൊരു ചർച്ച തന്നെ വളരെ വളരെ ഖേദകരമാണ്, വളരെ വിഷമമാണ്. ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഈ സമൂഹം കറുത്തവരും വെളുത്തവരും കൊണ്ട് നിറഞ്ഞതാണ്. അവരാണ് ഈ മേഡത്തിനെ, സത്യഭാമ മേഡത്തിനെ പോലുള്ള ആൾക്കാരെ സമൂഹത്തിൽ വളരെ ഉന്നതിയിലെത്തിക്കാൻ തന്നെ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഉന്നതിയിലെത്തുമ്പോൾ ഇങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നത് വളരെ വളരെ മോശമാണ്, ഖേദകരമാണ്. സാംസ്കാരിക കേരളം ഈ നേരം കൊണ്ട് തന്നെ അതിനെ വളരെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ആ മേഡം മനസ്സിലാക്കി തിരുത്തുമെന്നാണ് എന്റെയും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെയും പ്രതീക്ഷ. ശരി, സുധീർ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ സുധീർ, താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതിലൊരു തിരുത്ത് സംഭവിക്കും, ഇല്ലെങ്കിൽ അതിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു ഖേദ പ്രകടനം നടത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു തരത്തിലും എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ RLV രാമകൃഷ്ണനെ കേരളം മൊത്തം, ഞാൻ ഇപ്പൊ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഈ കൊല്ലത്ത് നിന്ന് എനിക്ക് വരെ RLV രാമകൃഷ്ണൻ ഈ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ സത്യഭാമ എന്ന് പറയുന്നവരെ കേരളം മൊത്തം അറിയിക്കുന്നത്. അതുകൊണ്ട് അവരെ അധികം ഫേമസ് ആക്കാതിരിക്കുക, അതാണ് വേണ്ടുള്ളത്. ഇവർക്കെതിരെ നിയമ നടപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ RLV രാമകൃഷ്ണൻ നടത്തിക്കൊള്ളണം, അതാണ് വേണ്ടുള്ളത്. എല്ലാ ജാതിയിലും കറുപ്പും വെളുപ്പുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ചാനൽ കണ്ടായിരുന്നു, എന്തുകൊണ്ട് പിന്നെ ഒപ്പനയ്ക്ക് സുന്ദരിയായ വെളുത്ത പെൺകുട്ടിയെ കൊണ്ടുവരുന്നത്, എന്താ കറുത്ത പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഒപ്പന കളിപ്പിച്ചുകൂടെ? ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. മനസ്സിലായില്ല. അതുകൊണ്ട് എല്ലാ കലാരംഗത്തും കറുപ്പും വെളുപ്പായിട്ടുള്ള എല്ലാ ആൾക്കാരും അവരുടെ കഴിവിനെയാണ് അംഗീകരിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ തുറന്നു പറയുന്നവരെ ഒരിക്കലും
ശരി, ജയമോഹൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ജയമോഹൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഇത് നിങ്ങൾ ലൈവായിട്ട് ആളെ ഇന്റർവ്യൂ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഡത്തിന് വിവരമില്ലാന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ മോഹിനിയാട്ടത്തിന് സാധാരണ പാട്ട് പാടണ്ടേ മേഡം? ഈ പാട്ട് പാടുന്ന എല്ലാവരും വെളുത്ത ആൾക്കാരായിരിക്കും, കറുത്ത ആൾക്കാർ പാടില്ലേ? ഇതിപ്പോ ദക്ഷിണാഫ്രിക്കന്മാര് വർണ്ണ വിവേചനാവില്ലേ അവരെ കാഴ്ചപ്പാടിലൂടെ? അപ്പൊ ആളത് ശരിക്കും ഒരു തെറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, ലാലു ചേരുന്നു അരുണാചലിൽ നിന്ന്. ശ്രീ ലാലു, താങ്കളുടെ അഭിപ്രായം എന്താണ് വിഷയത്തിൽ? ഞാൻ ഇത് ശരിക്കും മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ വളരെ വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണിത്. കാരണം അവരൊരു അധ്യാപികയാണ്, ഒപ്പം ഒരു നല്ല നർത്തകിയാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. വളരെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണത്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു അധ്യാപികയായിട്ടുള്ള ഒരു സ്ത്രീ, അത് ഒരു നർത്തകിയായ ഒരു സ്ത്രീ. ഞാനൊരു അധ്യാപകനാണ്. എന്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ എനിക്ക് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കുട്ടികളെ, അതാണ് ഏറ്റവും സങ്കടകരം. അതാണ് ഇവരിത് പഠിപ്പിക്കും, കറുത്ത കുട്ടികളെ പഠിപ്പിക്കും, പക്ഷേ കളർ വ്യത്യാസമുള്ളവരെ മത്സരത്തിന് അയക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തൊരു ബാലവർഗക്കാരെ നമ്മുടെ തടഞ്ഞു നിർത്തുക, അവരെ പീഡിപ്പിക്കുക, അത്തരത്തിലുണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രതികരിക്കുന്ന ആളുകളുള്ള നാടാണ് നമ്മുടേത്. അതായത് ഈ റേസിസത്തിനെതിരെ ലോകം മുഴുവൻ നടക്കുന്ന ഈ റേസിസത്തിനെതിരെ ഉണ്ടാകാനേ പാടില്ലായിരുന്നു. കാരണം ഒരു അധ്യാപികയായിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതെ അതെ നിശ്ചയമായിട്ടും നമ്മൾ. ശരി, രവീന്ദ്രൻ ചേരുന്നു ആലത്തൂരിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം വിഷയത്തിൽ? നിങ്ങൾ കാണിക്കുന്ന വിഷ്വലില് എനിക്ക് തോന്നുന്നത് ഇവര് അവരുടെ മുടി കറുപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 10-65 വയസ്സുണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇവർ കറുപ്പിനോട് കറുപ്പൊന്നുമില്ല അല്ലേ? അപ്പൊ അവർ കറുപ്പില്ല, ഇവരുടെ ധിക്കാരമാണിത്. ശരിയായ ധിക്കാരാണ്. ഞാനൊരു കറുത്ത ആളാ, വേറെ ക്ഷമിക്കണം. അവളെ വിട്ടു തന്ന എന്റെ കുണ്ടി അവളുടെ മോന്തക്കിട്ട് വരയ്ക്കും. സന്തോഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. സാറേ, ഇവരൊക്കെ അധ്യാപകൻ എന്ന് പറയുന്നത് ഇവരൊക്കെ അധ്യാപകൻ ആര് പറയുന്നത്? ഇവരൊക്കെ പിടിച്ച് ഉളം പാറയിലും കുട്ടിയോട്ടത്താണ് ഇടേണ്ടത് ഇന്നത്തെ ഈ പ്രഭുത്വ കേരളത്തില്. പ്രദീപ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പ്രദീപ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. അതായത് ഈ ജാതി വ്യവസ്ഥതയും വർണ്ണ വിവേചനവും ഉണ്ടാകുന്നത് തന്നെ ആ സമൂഹത്തിന്റെ മൂല്യച്യുതിയാണ് കാണിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടതും വലതും രാഷ്ട്രീയങ്ങളാണ് നമ്മുടെ കേരളത്തില്. കേരളം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഇത്രയും കാലം ഭരിച്ചത് ഇടത് വലത് രാഷ്ട്രീയങ്ങളാണ്. പ്രത്യേകിച്ച് ഇടത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങൾ സമത്വമുള്ളവരാണ്, ജനങ്ങൾ സമത്വമാണ്, ഞങ്ങളുടെ ചോരയെല്ലാം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോ 2 പ്രാവശ്യം തുടർച്ചയായി അധികാരത്തിൽ വന്നിട്ടും ഇവർക്കെല്ലാം ഈ ജാതി വ്യവസ്ഥിതി മാറ്റാനും വർണ്ണ വിവേചനത്തിന് കർശന നടപടി എടുക്കാനും കഴിയുന്നില്ല എങ്കിൽ അത് ഒരു പക്ഷേ ആ ഭരണാധികാരികളിലാണ് കുറ്റം പറയേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ അക്കാഡമികളുടെ മുകളിൽ വരുന്നത് ഏത് ജാതിയിൽപ്പെട്ടവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെല്ലാം കൊണ്ടുവരുന്നത് അതാണ് ഈ രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതിയാണ്. ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഈ സത്യഭാമ അവസാനത്തെ ഉദാഹരണമൊന്നുമല്ല. ഇതിനപ്പുറത്തേക്ക് ഈ ജാതീയമായി ചിന്തിക്കുന്ന ഇല്ലെങ്കിൽ നിറം നോക്കുന്ന അധ്യാപകരും നൃത്താധ്യാപകരും കലാകാരന്മാരും ഒക്കെ നമുക്കിടയിലുണ്ട്. പക്ഷെ ഇത് പുറത്തു വരുന്നത് എപ്പോഴാണ്? ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അബദ്ധത്തിലൊക്കെയാണ് നാവിൽ നിന്ന്. അവർക്ക് പേടിയാണ് ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് നിറത്തിനെതിരെ ഇല്ലെങ്കിൽ ജാതിക്കെതിരെ സംസാരിക്കാൻ. അങ്ങനെ ഒരു സമൂഹത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന ഇടത് വലത് സർക്കാരുകൾക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അതായത് ഇവിടെ നേരെ നിന്നുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാൻ നിറം പ്രശ്നമാണ് എന്ന് പറയാൻ വേണ്ടി ഇല്ലെങ്കിൽ കറുപ്പ് പ്രശ്നമാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഇടതിന്റെ കൂടി ജയമാണ്. നോക്കൂ, 10-65 വർഷമായി നമുക്ക് രാഷ്ട്രീയ ജനാധിപത്യം തുടങ്ങിയിട്ട്. അപ്പൊ ഇത്രയും കാലമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം, അതായത് ജാതിയില്ല, മതം വേണ്ട, കളറില്ല, ഇതെല്ലാം മനുഷ്യരാണ് എന്ന് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താശേഷിയിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് പ്രബുദ്ധരാണെന്ന് നമ്മൾ 1000 വട്ടം വിളിച്ച് പറയുന്ന നമുക്കത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം 90% കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളത് കേൾക്കുന്നുണ്ടോ, നമ്മളത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം. കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വലിയ സമൂഹം, അത്രയും ആളുകൾ ഉള്ള ഒരു വലിയ സമൂഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്.
നമ്മൾ അത് എടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. ഞാനോ താങ്കളോ അത് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേർ കൂടി അങ്ങനെ ചിന്തിക്കുന്നവർ എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാത്തവർ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മനസ്സിലൊക്കെ നമുക്ക് തൊട്ടടുത്തുള്ള ആളുകൾ പോലും ചിലപ്പോൾ നമ്മുടെ കളറിനനുസരിച്ച് നമ്മുടെ ജാതിക്കനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും. അപ്പോൾ അതിലല്ല കാര്യം. താങ്കൾ പറഞ്ഞതുപോലെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ഇതിലൊന്നും കാര്യമില്ല. ഇതല്ല കഴിവാണ്, നമ്മുടെ പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ വ്യക്തിത്വമാണ് ഏറ്റവും ആധാരം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. നന്ദി താങ്കൾ വിളിച്ചതിന്. രാജീവ് ചേരുന്നു എടപ്പാളിൽ നിന്ന്. ശ്രീ രാജീവ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം മാഡം. നമസ്കാരം. നമുക്ക് ആ സ്ത്രീയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ സ്ത്രീ പറഞ്ഞത് വളരെ മോശപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ തരത്തിലും സാംസ്കാരികമായിട്ടും എല്ലാം ഉയർന്നു നിൽക്കുന്ന സമൂഹത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് അവരുടെ ഭാഗത്തുണ്ടായിരുന്നത്. അവർ ഇത്രയും വിദ്യാഭ്യാസം വിവരവും കഴിവുള്ള ഒരു സ്ത്രീയാണ്, ഒരു നല്ലൊരു പ്രശസ്തമായ മേഖലയിൽ ഇരുന്നിട്ടുള്ള ഒരു സ്ത്രീയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രസ്താവന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ, അതായത് താഴ്ന്ന ജാതിക്കാരോ മേൽജാതിക്കാരോ കലാകാരന്മാരെയും പൊതുസമൂഹത്തിനും മൊത്തത്തിൽ വിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ഈ നമ്മുടെ കാര്യം ഈ പറയുന്ന RV രാമകൃഷ്ണൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള കലാകാരൻ, അദ്ദേഹത്തിന്റെ അത്രയും ഉയർന്ന രീതിയിൽ എന്താ പറയാ ഇന്നത്തെ സമൂഹത്തിൽ പ്രശസ്തരായിട്ട് വരികയാണ് അദ്ദേഹം. അയാളെ പോലെ ഉയർന്നു നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതിന്റെ ഒരു അതൊരു വലിയ ഫൈറ്റ് ആണ്. അതിപ്പം നമ്മൾ പറയും, നേരത്തെ നമ്മുടെ അടുത്ത് ഒരു കോളർ പറഞ്ഞിരുന്നു, നമ്മള് ഒരുപാട് പേർ, അതായത് ആ സ്കിൻ കളർ അങ്ങനെയുള്ള ഒരുപാട് പേർ ഉയർന്നു നിന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവരൊക്കെ അനുഭവിച്ചൊരു സ്ട്രഗിൾ ഉണ്ട്. പ്രത്യേകിച്ച് സിനിമ പോലുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഇല്ലെങ്കിൽ കല എന്നൊരു വിഭാഗത്തിലൊക്കെ എത്രത്തോളം സ്ട്രഗിളിലാണ് ഇവരൊക്കെ കയറി വരുന്നത് എന്നുള്ളത് വലിയ കഥയാണ്. അവരാരും ഇത് പറഞ്ഞു നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നന്ദി. വിളിച്ചതിന് ദാസൻ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമ്മള് കേരളത്തിലൊക്കെ നിന്നുകൊണ്ട് ഈ ഒരു സ്ത്രീ ഇങ്ങനെ പറയാൻ പറയുമ്പോ അവർക്ക് എന്താ പറ്റുക? ഞാൻ കേരളം എന്താണ്? കേരളം സവർണ സംവരണം കൊണ്ടുവന്ന ഇടമാണ്. അല്ല, എന്നാൽ ഞാൻ പറഞ്ഞ അവര് പരസ്യമായിട്ട് അവര് ഇനിയെങ്കിലും അവർ വീണ്ടും ആവർത്തിക്കുന്ന അവര് പരസ്യമായിട്ട് കേരളത്തിൽ അവർക്ക് ധൈര്യം ഉണ്ടാവും പറയാൻ. കേരളത്തിൽ എങ്ങനെ ധൈര്യം ഇല്ലാതിരിക്കും? അവരുടെ ചുറ്റും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവർക്ക് ധൈര്യം ഉണ്ടാവില്ലേ പറയാൻ? ഇന്ന് നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞു ഇന്ന് ഐത്തമുള്ള ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇവര് കൃത്യമായിട്ട് ഒരു മാപ്പ് പറയാം, പരസ്യമായിട്ട് മാപ്പ് പറയാം. ഇല്ലെങ്കിൽ ഇവരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ നിയമമുണ്ട്. അറസ്റ്റ് ചെയ്തിട്ട് അട്ടക്കുളങ്ങളിൽ ഈ കൊലക്കേസ് പ്രതികളെ ഒരു ദിവസം ആ പെണ്ണുങ്ങൾ ഇടണം. ഇങ്ങനത്തെ സ്ത്രീയൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടോ അതിശയം തോന്നുന്നു. ശരി, ഉമേഷ് ചേരുന്നു കോഴിക്കോട്. ഉമേഷ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അതെ, വളരെ താഴേക്കടയിൽ നിന്ന് കലാപരമായ ഈ മേഖലയിലേക്ക് ഉയർന്നു വരുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ തന്നെ ഇത് വളരെയേറെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇത്തരം ഇവരൊരു അധ്യാപികയല്ലേ, ഒരു കലാകാരിയല്ലേ. ഒരു കലാകാരിക്ക് വേണ്ടത് നല്ലൊരു മാനസികാവസ്ഥ വേണം. അത്തരം കലാകാരികളായിരിക്കണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. പക്ഷെ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരൊരു പക്ഷം ചേരാനോ ആളുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇന്നും നിലനിൽക്കുന്നത്. പക്ഷെ ഇവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് ഇവരൊക്കെ നല്ല ശിക്ഷ സമൂഹം നൽകണം. അത് ഒരു മറ്റുള്ള ഇത്തരം ചിന്താഗതിയുള്ളവർക്ക് അതൊരു മാതൃകയാക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയുള്ളൂ. ശരി, അജി ചേരുന്നു അടിമാലിയിൽ നിന്ന്. ശ്രീ അജി, താങ്കളുടെ പ്രതികരണം പറഞ്ഞോളൂ. അജി, കേൾക്കാമോ? പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞോളൂ. എന്നാന്ന് വെച്ചാ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ കറുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണേ? അംഗീകരിക്കണം. എന്നാന്ന് വെച്ചാ ഒരു കാരണവശാലും അത് ഒരു കലാകാരനെന്ന് പറഞ്ഞ നിലയില് നമുക്ക് അത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരി പറഞ്ഞാല് നമുക്ക് അംഗീകരിക്കാൻ ഒരു കാരണത്തിലും പറ്റത്തില്ല. അനിൽകുമാർ ചേരുന്നു വട്ടിയൂർക്കാവിൽ നിന്ന്. ശ്രീ അനിൽകുമാർ, ഇവിടെ അധ്യാപികയാണ്, കലാകാരിയാണ്. അവർ സംസാരിച്ച രീതി, അവരുടെ ശരീരഭാഷ, അവരുപയോഗിച്ച വാക്കുകൾ, അവർ കാണിച്ച, അതായത് കറുപ്പ് എന്നതിനോട് അവർ കാണിച്ച ആ അവജ്ഞ, അവരുടെ അതായത് നമുക്ക് കൃത്യമായിട്ട് എന്താണ് അവർ ആ കറുപ്പിനെയും ഇല്ലെങ്കിൽ ജാതിയെയും ഒക്കെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്, എത്ര വളർച്ചയുണ്ട് അവർക്കൊന്ന് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അവരുടെ രണ്ട് പ്രതികരണവും. ആദ്യം കൊടുത്ത ഇന്റർവ്യൂ ആണെങ്കിലും പിന്നീട് ഇന്ന് മാധ്യമങ്ങൾ സംസാരിച്ചപ്പോഴായിരുന്നെങ്കിലും ഇത് അങ്ങനെ ഒരു കലാകാരിക്ക്, ഒരു അധ്യാപികയ്ക്ക് ചേർന്നതാണോ? അത് മാറേണ്ടതില്ലേ? എങ്ങനെ മാറ്റാം? ഇതേ ഞാൻ ഇത് ഉച്ചയ്ക്കാണ് ഈ ന്യൂസ് ഞാൻ കാണുന്നത്.
അപ്പൊ അത് കണ്ടെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ ഇപ്പൊ ഇവര് വെളുത്തിരിക്കുന്നതുകൊണ്ടാണോ അതോ ഒരു കറുപ്പ് ഉള്ള നല്ല ഒരു കലാകാരനെ ഇവർ അപമാനിച്ചതെന്നുള്ളതെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം ഇവർ വെളുത്തെന്നുള്ള ഇവരെ മനസ്സ് കറുപ്പാണ്. പക്ഷെ ഇതുവരെയായിട്ടും ഈ താങ്കൾ പറഞ്ഞതിൽ ഒരു കറക്റ്റ് ചെയ്യാനുണ്ട്. മനസ്സ് കറുപ്പാണ് എന്ന് പറയുമ്പോൾ മനസ്സ് മോശമായ എന്തിനെയോ താങ്കൾ കറുപ്പായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് അത് വരുന്നത്? അല്ല മനസ്സ് മോശമാണ് എന്ന് പറയാം, മനസ്സ് കറുപ്പാണ് എന്ന് എങ്ങനെയാണ് പറയാ? അപ്പൊ കറുപ്പ് എന്താ മോശമാണോ? കറുപ്പ് മോശമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പൊ മനസ്സ് മോശമാണ് എന്നല്ലേ ഉപയോഗിക്കുക? മനസ്സ് മോശമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവർ വെളുത്തിരുന്നിട്ട് കാര്യമല്ല, ഇവർ മനസ്സ് മോശം. പിന്നെ ഇന്ന് അവിടെ തന്നെ താങ്കൾ സത്യഭാമയാവല്ലേ? താങ്കൾ ഇപ്പൊ പറഞ്ഞത് അവര് വെളുത്തിരുന്ന് ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് കറുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് പ്രശ്നം. അതാണ് നമ്മൾ മാറ്റേണ്ടത്. അതിലാണ് പ്രശ്നം. നമ്മൾ എന്തിനാണ് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കുറിച്ച് സംസാരിക്കുന്നത്? നിറത്തിന്റെ അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്നിട്ട് കേരളത്തിലെ ഇത്രയും സാംസ്കാരിക നായകന്മാര് ഇതുവരെയായിട്ട് ഒരു വാക്ക് പോലും ഇവിടുത്തെ മിണ്ടിയിട്ടില്ല. താങ്കൾ കാണാഞ്ഞിട്ടാണ്. മിണ്ടുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്, ആളുകൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. ആളുകൾ സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ട്, വ്യക്തിപരമായിട്ട് ആളുകളും പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷെ സാംസ്കാരിക നായകന്മാർ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ശരി, സമയമില്ലാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ താങ്കൾക്ക് തെളിവ് തന്നേനെ. നമ്മുടെ സമയം പൂർത്തിയാവുകയാണ്. മറ്റൊന്ന്, പ്രേക്ഷകർക്ക് പൊതുവേദിയിൽ പ്രതികരിക്കാം, വളരെ മാന്യമായി പ്രതികരിക്കാം. നേരത്തെ ഒരു കോളർ അസഭ്യമായി സംസാരിച്ചു. അങ്ങനെയുള്ള പ്രേക്ഷകർ ദയവായി വിളിക്കാതിരിക്കുന്നതാവും നല്ലത്. അങ്ങനെയുള്ള കോളർമാരെ നമുക്ക് സംസാരിക്കാനും താല്പര്യമില്ല. വളരെ വ്യക്തമായി വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടായി അതിൽ അഭിപ്രായം പറയാൻ മാത്രം പൊതുവേദിയിലേക്ക് വിളിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പൊതുവേദി പൂർണ്ണമാവുന്നു. നമസ്കാരം.